സ്നേഹവന്ദനങ്ങൾ വീണ്ടും അറിയിക്കാൻ അതിയായ സന്തോഷമുണ്ട്. കുമ്പനാടുള്ള ദൈവസഭ ക്രമീകരിച്ചിട്ടുള്ള ഈ 3 ദിവസത്തെ ബൈബിൾ സ്റ്റഡിയുടെ സമാപന രാത്രിയിലേക്ക്, 3ാം രാത്രിയിലേക്ക് കർത്താവ് നമ്മളെ എത്തിച്ച ദൈവകൃപയ്ക്കായി തിരുനാമത്തെ സ്തുതിക്കുന്നു. നമ്മുടെ യാതൊരു കഴിവല്ല, അവിടുന്ന് നമ്മോട്, തൻ്റെ ജനത്തോട്, എന്നോട് കാണിക്കുന്ന വലിയ ദയയും കൃപയുമാണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. എല്ലാ മഹത്വവും ദൈവജ്ഞാനിന് അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ശുശ്രൂഷകരെ ക്ഷണിച്ച ദൈവ സഭയോട്, സഭയുടെ ശുശ്രൂഷകന്മാരോട്, കർത്താവിന്റെ ദാസന്മാരോട് ദൈവനാമത്തിലുള്ള എൻ്റെ സ്നേഹം അറിയിക്കുന്നു. പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവരും ഈ ഹോളിൽ നിറഞ്ഞിരിക്കുന്ന ഈ സദസ്സിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രകൃതിയുടെ പ്രാതികൂല്യത്തിന് മധ്യയിൽ ദൈവജനം കടന്നു വരുന്നതോർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ഇന്ന് രാത്രി നമ്മുടെ വിഷയം തീർക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നില്ല. നമ്മൾ ആ വാക്യത്തിലോട്ട് കയറുന്നതേ ഉള്ളൂ. എന്നാൽ സമയപരിധിയിൽ എല്ലാം പറയണം എന്നുണ്ടെങ്കിലും അത് സാധിക്കയില്ല എന്ന പൂർണ്ണബോധ്യം എനിക്കുണ്ട്. ഏതൊക്കെ ഭാഗ്യങ്ങളാണോ ദൈവാത്മാവിന്റെ രാത്രിയിൽ എൻ്റെ മനസ്സിൽ പറയുവാൻ പ്രകാശിപ്പിച്ചു തരുന്നത്, അത് മാത്രം പറഞ്ഞ് കൃത്യസമയത്ത് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നതാണ്. നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് കഥാദാസന്മാർ പ്രാർത്ഥനയിലും ഇൻട്രൊഡക്ഷനിലും ഒക്കെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. എന്തായിരുന്നു? സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്. ഇനി മുതൽ എന്നാ ചെയ്യരുത് ഒന്ന് പറഞ്ഞു. ഞാൻ ഇനി മുതൽ എന്നാ ചെയ്യുകയല്ല, ഉപേക്ഷിക്കരുത്. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. വചനത്തിന്റെ പഠനം നമ്മളെ അറിവുള്ളവരാക്കുകയല്ല ചെയ്യേണ്ടത്. അതൊരു പരിധി വരെ മാത്രം അറിവ് ചേർപ്പിക്കുന്നു. എന്നാൽ ആ അറിവ് നമ്മെ ദൈവമുൻപാകെ താഴ്ത്തുവാൻ, വിനയമുള്ളവരാക്കി തീർക്കുവാൻ, കർത്താവിന്റെ വചനത്തോട് വളരെ വിശ്വസ്തത പുലർത്തുവാൻ അത് മുഖാന്തരമാക്കി തീർക്കട്ടെ. നമ്മൾ ആ വാക്യം ഒന്നുകൂടെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് വായിക്കാം, കാരണം അത് ആവശ്യമാണ്. എബ്രായലേഖനം 10-ാം അധ്യായം 24-25 വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കാം. ചിലർ ചെയ്യുന്നത് പോലെ, ഉറക്കെ വായിക്കണം, അവസാന രാത്രി. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കാൻ അന്യോന്യം സൂക്ഷിച്ചുകൊണ്ട് നാം സമീപിക്കുന്നതിന് കാണുന്തോറും അത് അധികമായി ചെയ്യേണ്ടതാണ്. നമ്മൾ കഴിഞ്ഞ രാത്രി ഓർത്ത വിഷയം ഞാൻ ആവർത്തിക്കുന്നില്ലെങ്കിലും നമ്മൾ ഓർക്കുകയുണ്ടായി സഭായോഗങ്ങൾ ഏതൊക്കെയാണ്. അത് ഒന്നാമത്തത് ആരംഭിച്ചത് അപ്പോസ്തലപ്രവൃത്തി 2:42 വാക്യം. 1 അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, അർത്ഥം ബൈബിൾ സ്റ്റഡിയാണ്. ഞാൻ ആവർത്തിക്കുന്നതേ ഇല്ല. 2 കൂട്ടായ്മ യോഗങ്ങളാണ്. ഞാനത് വിശദീകരിക്കുന്നില്ല, അങ്കളും അത് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. 3-ാമതായിട്ട് അപ്പം തുറക്കുകയാണ്. 4-ാമതായിട്ട് പ്രാർത്ഥന കഴിക്കുക. ഒറ്റ വേദപുസ്തകം പഠിച്ച് വിശുദ്ധീകരണം പ്രായോഗിക ജീവിതത്തിൽ പ്രാപിച്ച് ദൈവസന്നിധിയിൽ കുറവുകളെ അവനവൻ സമ്മതിച്ച് അങ്ങനെയുള്ളവർ കൂട്ടായ്മ യോഗങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഒത്തിരി ഹൃദ്യതയില്ല. ആ ഹൃദ്യതയുള്ളവർ എന്നാ ചെയ്യുന്നു? കർത്താവിനെ ആരാധിക്കാനായിട്ട് വരികയാണ്. അങ്ങനെ വരുമ്പോൾ സ്വർഗം പ്രസാദിക്കുന്ന സുഗ്രാഹ്യമായ യാഗം ആയിത്തീരും. ആ യാഗപീഠത്തിൽ നിന്ന് ആ വലിയ സന്തോഷത്തോടുകൂടെ ഒരുമിച്ച് പ്രാർത്ഥനയ്ക്കായിട്ട് മുട്ടുമടക്കുമ്പോൾ സ്വർഗത്തിലെ കർത്താവ് നിശ്ചയമായിട്ടും പ്രവർത്തിക്കും എന്നുള്ളതാണ് നമ്മൾ ഓർക്കുന്നത്. പക്ഷെ ആരംഭിക്കേണ്ടിടത്ത് ആരംഭിക്കണം എന്ന് ഇന്ന് രാത്രിയിൽ ആമുഖമായി പ്രസ്താവിച്ചുകൊണ്ട് ഞാൻ ഇന്ന് പുതിയ വിഷയത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. നമ്മൾ വാക്യത്തിലേക്ക് ഒന്ന് കടക്കാൻ പോകും. അത് ആരംഭിക്കുന്നത് ഒരു പ്രയോഗത്തോടു കൂടെയാണ്. എന്നത് ആദ്യം പറഞ്ഞിട്ടുള്ളത് ചിലർ ചെയ്യുന്നത് പോലെ. അപ്പൊ ചിലര് ചെയ്യുന്ന ഒരു കാര്യം എന്നതാ അവർ ചെയ്യുന്നത്? സിമ്പിളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ദൈവം അതീവ ഗൗരവമായി കാണുന്ന വിഷയമാണ്. അവിടെ പറയുന്നു, ചിലർ ചെയ്യുന്നത് പോലെ എന്നാ ചെയ്യരുത്? നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്. എന്താ അവിടുത്തെ വിഷയം? അപ്പൊ ചിലർ എന്നാ ചെയ്യും? എത്ര പഠിപ്പിച്ചാൽ
എത്ര പ്രസംഗിച്ചാൽ, വീട്ടിൽ പോയി ചെയ്യരുതെന്ന് പറഞ്ഞാൽ, എല്ലാ കാലഘട്ടത്തിലും ദൈവത്തോട് മത്സരിച്ച് നിൽക്കുന്ന, ദൈവവചനത്തിന്റെ ക്രമത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ട് എന്ന് വേറെ പുസ്തകം പഠിച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്ന വിഷയമാണ്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ പലപ്പോഴും ഈ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാനായിട്ട് തയ്യാറെടുക്കുമ്പോ, അല്ലെങ്കിൽ നമുക്ക് ആ കാര്യത്തിൽ വീഴ്ച വരുമ്പോ, മാനുഷികമായിട്ടുള്ള വലിയ ഒരു ഒഴിവ് കഴിവ് നമ്മൾ പറയാറുണ്ട്, അല്ലെ? സാധാരണ നിലയല്ല ഞാൻ പറയുന്നത്. എന്നാ പറയുന്നത്? ഇന്നാര് യോഗത്തിന് പോയില്ലല്ലോ, അങ്ങനല്ലേ? ഇന്നാര് പോയില്ലല്ലോ. ഇന്നാര് പോകാത്തത് കൊണ്ട് ആ പോകാത്തവരുടെ മറപിടിച്ച് എനിക്ക് വന്ന വീഴ്ചയെ ഞാൻ എന്നാ ചെയ്യുക? അങ്ങ് താലോലിക്കുക, അതിനെ അങ്ങ് സിംപ്ലിഫൈ ചെയ്യുക, അതിനെ അങ്ങ് ലഘൂകരിക്കുക. പക്ഷെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, സ്വർഗത്തിലെ ദൈവം ആ ചിലരെ ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ഈ വേദപുസ്തകം പഠിച്ചാൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഞാൻ കടത്തി പറയാനായിട്ട് പോവുകയാണ്. രക്ഷിക്കപ്പെട്ട എല്ലാവരെയും കർത്താവ് ഉപയോഗിക്കാറുണ്ട്. എല്ലാവരെയും ഉപയോഗിക്കണമെന്ന് കർത്താവിന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ദൈവം കൃപയാൽ അനേക കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രായോഗിക ക്രിസ്തീയ ജീവിതം പരിശോധിച്ചാൽ അനേകരെയും കർത്താവ് ഉപയോഗിക്കുന്നതായി കാണുവാൻ കഴിയുന്നില്ല. സഭായോഗത്തിന് വല്ലപ്പോഴും പോകുന്നതോ, അല്ലെങ്കിൽ സമർപ്പിക്കപ്പെട്ടവർക്ക് ജീവിച്ച് ചില കാര്യങ്ങൾ ചെയ്യുന്നതോ, അല്ലെങ്കിൽ ആരാധനാ യോഗത്തിനൊന്ന് പോയി ഇരിക്കുന്നതോ, കർത്തൃമേശ എന്ന് എടുക്കുന്നതോ, ഒരു സ്തോത്ര കാഴ്ച ഇടുന്നതോ കൊണ്ട് ഞാൻ വലിയ കാര്യം ചെയ്തുവെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. അത് ഏറ്റവും ചെറിയ 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 ആദ്യ പടികളാണ്. എന്നാൽ ഒരുവളെ ദൈവം തന്റെ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഇവിടെ പറഞ്ഞ ചിലരുടെ കൂട്ടത്തിൽ നമ്മുടെ പേര് വരാനായിട്ട് പാടില്ല. ഇവിടെ പേരൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു കാര്യം പറയാം, സ്വർഗത്തിലെ ദൈവത്തിന് ഇവിടെ പറയാത്തവരുടെ പേരുകൾ അവിടുത്തേക്ക് നന്നായിട്ട് അറിയാം. ദൈവത്തെ സേവിക്കുകയും ദൈവത്തെ മാനിക്കുകയും ചെയ്യുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്കുന്ന കർത്താവ് ഈ ചിലരെ പ്രത്യേകം ശ്രദ്ധിക്കുകയും അവരെ ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്യുമെന്നുള്ളത് കാലം പഠിപ്പിക്കുന്ന വേദപുസ്തകത്തിന്റെ അനിഷേധ്യമായ സത്യമാണ്. അത് സംസാരിക്കുമ്പോൾ അറിയാം, ഇടപെടുമ്പോൾ അറിയാം. നോർമൽ ക്രിസ്ത്യൻ ലൈഫ് ദൈവം ആഗ്രഹിക്കുന്നില്ല. മറിച്ച് കർത്താവ് ഓരോരുത്തരെ പറ്റി ആഗ്രഹിക്കുന്ന സ്പെസിഫിക് ആയിട്ടുള്ള പ്രത്യേകമായ ഉദ്ദേശങ്ങൾ നിവർത്തിക്കുന്നതാണ് ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ഇഷ്ടം. അതിന് നാം ചെയ്യേണ്ടത് ഈ ചിലരുടെ കൂട്ടത്തിൽ നമ്മുടെ പേര് വരാനും പാടില്ല. നമുക്ക് വീഴ്ച വന്നാൽ ഇങ്ങനെയുള്ളവരെ ചൂണ്ടിക്കാണിച്ച് നമ്മുടെ തെറ്റിന് ഒരു ലഘൂകരണം കൊടുക്കുവാനും കർത്താവ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് ഇന്ന് രാത്രി വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുക. എന്നാൽ നമ്മൾ അനുകരിക്കേണ്ടുന്ന ഈ ചിലരുടെ കൂട്ടത്തിൽ സഭായോഗങ്ങൾക്ക് പോകാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ സഭായോഗത്തെ ഉപേക്ഷിക്കുമ്പോൾ നാം ചെയ്യേണ്ടുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്. നമ്മൾ അതിൽ പെട്ടുപോകാതിരിക്കാൻ നാം രണ്ടു കൂട്ടരെ മാതൃകയാക്കണം. അതിലൊന്ന് മനുഷ്യരിൽ നിന്നാണ്, മറ്റൊന്ന് നമ്മുടെ കർത്താവിനെയാണ്. നമുക്ക് 2-3 വേദഭാഗത്തിലേക്ക് വരാം. നോക്കുക, എബ്രായ ലേഖനം 12-ാം അധ്യായത്തിലേക്ക് ആദ്യം നമുക്ക് സങ്കീർത്തനങ്ങൾ 37-ലേക്ക് വരാം. ആ 37-ാം സങ്കീർത്തനത്തിന്റെ 37-ാം വാക്യത്തിൽ ഒരു കാര്യം നമുക്ക് കാണാൻ പറ്റുക. അത് ശരിക്കും ഓർക്കണം. എന്റെ ക്രിസ്തീയ ജീവിതത്തിൽ തിരിച്ചറിവായ വേദപുസ്തകത്തിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള നാളുകളിൽ എന്റെ പിതാവ് ദൈവദാസനായിരുന്നു. അനേക സങ്കടങ്ങൾ താൻ അനുഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്റെ പിതാവ് എന്നെ പഠിപ്പിച്ച ഒരു വാക്യമാണ്, ഇത് നിന്റെ കാര്യമല്ല, നീ ഇത് ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പിതാവ് എന്നെ പഠിപ്പിച്ച ഒരു വാക്യമാണ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ചിലര് സഭായോഗത്തെ ഉപേക്ഷിക്കുമ്പോൾ അവരോട് ചേർന്ന് ഞാൻ ആ പാപത്തിൽ പങ്കാളിയാകുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് ഓരോ സ്ഥലം സഭയിലും ദൈവമാക്കിയിട്ടുള്ള ഇനി പറയാൻ പോകുന്ന ഒരു കൂട്ടരെ ഒന്ന് ശ്രദ്ധിച്ചോണം. ഒന്ന് എടുത്തട്ടെ, 37-ാം സങ്കീർത്തനം 37-ാം വാക്യം നമുക്ക് ഒരുമിച്ച് വായിക്കാം. അവിടെ എന്താ വായിക്കുന്നത്? നിഷ്കളങ്കനെ കുറിക്കൊള്ളുക. എന്നിട്ട് എന്നാ പറയുന്നത്? നേരുള്ളവനെ നോക്കിക്കൊള്ളുക. ബാക്കി വേണ്ട. നിഷ്കളങ്കനെ കുറിക്കൊള്ളുക. നേരുള്ളവനെ എന്നാ ചെയ്യുക? നോക്കിക്കൊള്ളുക.
മനുഷ്യന്റെ ടെൻഡൻസി നേരെ ഓപ്പോസിറ്റാ അല്ലെ. ഞാനിപ്പോ പറഞ്ഞ പോലെ സഭായോഗത്തെ ഉപേക്ഷിക്കുമ്പോൾ, ജീവിതത്തിൽ ചില തെറ്റുകൾ വരുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി മനുഷ്യർക്ക് ന്യായമായിട്ട് ആ തെറ്റ് മുൻപ് ചെയ്ത ആൾക്കാരെ അവരുടെ പേരൊക്കെ എടുത്ത് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് നാം ആ പാപത്തിൽ തുടരുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് കർത്താവ് പറയുക, ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തോണം. ഒന്ന്, നീ നിഷ്കളങ്കനെ കുറിക്കൊള്ളണം. രണ്ട്, നേരുള്ളവനെ നീ നോക്കിക്കൊള്ളണം. അവരെയാണ് നീ മാതൃകയാക്കേണ്ടത്. ഏത് കാലഘട്ടത്തിലും ഇങ്ങനെയുള്ളവരുണ്ട്. ഓരോ പ്രാദേശിക സഭയിലും ദൈവത്തിന് ഒരു ന്യൂനപക്ഷമുണ്ട്. ഏത് കാലഘട്ടത്തിലും ദൈവത്തിന് ഭൂമിയിൽ തനിക്ക് ഒരു ന്യൂനപക്ഷമുണ്ട്. അനേക ആളുകളും ദൈവത്തോട് മത്സരിച്ച് നിൽക്കുന്ന കാലഘട്ടമാണെങ്കിൽ പോലും ഇസ്രായേലിന്റെ ചരിത്രം പഠിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ എല്ലാം ചില നേരുള്ളവരുണ്ട്. അവിടെ എല്ലാം ചില നിഷ്കളങ്കന്മാർ, ജീവിതത്തെ വിശുദ്ധമായി സൂക്ഷിക്കുന്ന, കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവനാണ് ഞാൻ എന്ന ബോധ്യത്തോടെ നിന്നിട്ടുള്ള അനേകരെ കാണാനായിട്ട് കഴിയുകയാണ്. ഇന്ന് രാത്രി എന്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ ചോദിക്കട്ടെ, ഈ ചിന്താഗതി നിങ്ങൾക്കുണ്ടോ? ഈ ചിന്താഗതി നമുക്കുണ്ടോ? എന്റെ ജീവിതത്തില് സഭായോഗങ്ങളെ പ്രത്യേകിച്ച് പറയുമ്പോൾ അത് ഉപേക്ഷിക്കുവാൻ പിശാച് പല കാരണങ്ങളിൽ നമ്മുടെ മനസ്സിൽ ഉഴപ്പൽ രീതികൾ കൊണ്ടുവരുമ്പോ, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ചിലർ ചെയ്ത് പോരുന്ന ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ഉപേക്ഷയല്ല മാതൃകയാക്കേണ്ടത്. മറിച്ച് എന്നാ ചെയ്തോണം? നിഷ്കളങ്കനെ കുറിക്കൊണ്ടോണം. നേരുള്ളവനെ നോക്കിക്കോണം. അവർ ചെയ്യുന്ന അനുഗ്രഹീതമായ കാര്യങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് അവരോടൊപ്പം ദൈവപ്രസാദത്തിന്റെ പാതയിൽ ചേർന്ന് നടക്കാനായിട്ട് ഇന്ന് രാത്രി ഒരു തീരുമാനം എടുക്കുന്നെങ്കിൽ, ദൈവം കൊടുത്ത അനുഗ്രഹത്തിന്റെ കരങ്ങൾ നമ്മുടെ മൂർധാവൻ പ്രായോഗിക തലത്തിൽ വെച്ച് നമ്മൾ പിന്നെയും അങ്ങ് അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. ഇനി മറ്റൊരു വാക്യമുണ്ട്, ശ്രദ്ധിച്ചു നോക്കിയേ. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോ അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എബ്രായ ലേഖനം 13-ന്റെ 7-ാം വാക്യം എന്താ? അതും പ്രാദേശിക സഭയിൽ കാണുന്ന ഒരു വിഷയമാണ്. എന്താ? നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ എന്താ ചെയ്യുക? ഓർത്തുകൊള്ളുക. എന്നിട്ട് പറയുക, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം എന്നാ ചെയ്യണം? അനുകരിക്കണം. അവരുടെ വിശ്വാസത്തെ അനുകരിക്കണം. അതിലൊരു ചോദ്യം ഞാൻ ആദ്യമേ നമ്മുടെ മനസ്സാക്ഷിയോട് തരിക. നമ്മളെ പറ്റി മറ്റുള്ളവർ നമ്മെ അനുകരിക്കാൻ പറയുന്ന ഒരു ജീവിത ശൈലി നമുക്കുണ്ടോ? നമ്മളൊക്കെ കർത്താവിനെ താമസിച്ചാൽ മരിക്കുമ്പോൾ പ്രത്യേകിച്ച് ആരും നമ്മളെ കുറിച്ച് ദോഷമായതൊന്നും പരസ്യമായിട്ട് പറയത്തില്ല. രഹസ്യമായിട്ടൊക്കെ പറയും, അത് വേറെ വിഷയം. പരസ്യമായിട്ട് പറയത്തില്ല. എന്നാൽ നാം മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ജീവാവസാനം ഓർത്ത്, നമ്മുടെ വിശ്വാസത്തിന്റെ പാതയിൽ നാം നടന്ന മാതൃകയോർത്ത് അദ്ദേഹത്തെ പോലെ ആകണമെന്ന് നമുക്ക് പറയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പരാജയം സംഭവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ പറയുന്ന വിഷയം ഇതാ. ചിലര് സഹായത്തെ ഉപേക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഉപേക്ഷിക്കുന്നവരെ നോക്കി നീ അത് മാതൃകയാക്കരുത്. നീ ചെയ്യേണ്ട കാര്യം നിഷ്കളങ്കനെ കുറിക്കൊണ്ടോണം, നേരുള്ളവനെ നോക്കിക്കോണം. ഓരോ പ്രാദേശിക സഭയിലും ഇനി പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവരെ നീ പിന്തുടരാനായിട്ട് ശ്രമിക്കണം. അവരെ പറ്റി എന്നാ പറഞ്ഞത്? നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുക. അപ്പൊ നടക്കണമെങ്കിൽ എന്നാ വേണം? വചനം കേൾക്കണം. ശരിയല്ലേ? വചനത്തിന്റെ പ്രസംഗം കേൾക്കണം. പ്രസംഗം അത് ദൈവവചനത്തിൽ നിന്നായിരിക്കണം. ഒരു പ്രസംഗവേദിയിൽ നമുക്ക് കഥകൾ ആവശ്യമില്ലാതെ പറയുവാൻ, അല്ലെങ്കിൽ തമാശയുടെ വേദികളാക്കി മാറ്റുവാൻ, ഒരുക്കപ്പെടാതെ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം നമുക്ക് അനുവാദം തരുന്നില്ല എന്നുള്ളതും ഇവിടെ കാണുവാനായിട്ട് കഴിയുക. നാം പ്രസംഗിക്കേണ്ടത്, നാം പഠിപ്പിക്കേണ്ടത് ഈ വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് പ്രാപിച്ച് കർത്താവിന്റെ വചനത്തിൽ എന്ത് പറയുന്നുവോ അത് സഭയ്ക്ക് കൊടുക്കണം. ഇവിടെ അതാ പറയുന്നത്, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയ ഒരു കൂട്ടം ആളുകൾ നിങ്ങൾ മുൻപേ പോയിട്ടുണ്ട്. അവരെ എന്നാ ചെയ്തോണം? ഓർത്തോണം. അവരെ ഓർത്തോണം. ഞാനൊരു കാര്യം കടത്തി പറയട്ടെ. കർത്താവിന് വേണ്ടി നിൽക്കുക എന്ന് പറയുന്നത്, ഈ പുസ്തകം പ്രസംഗിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഭാഗ്യമായിരിക്കുമ്പോൾ തന്നെ ജീവിതത്തിൽ ആരും അറിയാതെ ഒരുപാട് കണ്ണുനീരോടെ ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ് ഈ ദൈവത്തിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ശുശ്രൂഷ ചെയ്യുന്നവരെ ആദരിക്കുവാനുള്ള ഉത്തരവാദിത്തം, ആ ശുശ്രൂഷ ചെയ്യുന്നവർ വിശുദ്ധമായി തങ്ങളെ തന്നെ സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം
ഇതെല്ലാം നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുക. ഇന്ന് രാത്രി ആരെങ്കിലും നുണന്ത ന്യായങ്ങൾ പറഞ്ഞ് ദൈവസഭയുടെ യോഗങ്ങളെ ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും ഞാനും അനുകരിക്കേണ്ടത് ആരെയാണ് എന്നിവിടെ പറയുക? ക്രമം കെട്ടവരെയല്ല, അനുസരണക്കേട് കാണിക്കുന്നവരെയല്ല, വേണ്ടാത്ത തർക്കങ്ങൾ ഉന്നയിക്കുന്നവരെയല്ല, എല്ലാത്തിനും വഴക്കുണ്ടാക്കുന്നവരെയല്ല, എല്ലാത്തെയും ചോദ്യം ചെയ്യുന്നവരെയല്ല. നാം ചെയ്യേണ്ടത് വചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർക്കുക, അവരുടെ ജീവാവസാനമോർത്ത്. ആ പദം എന്റെ മനസ്സിൽ ഇവിടെ നിന്നപ്പോ കടന്നു വരുന്നൊരു കാര്യമാണ്. എന്താ ജീവാവസാനം ഓർത്തെന്ന് പറഞ്ഞാൽ ഒരു ജീവിതം മുഴുവൻ അവർ വില കൊടുത്തൊരു വിശ്വാസമുണ്ട്. ഹല്ലേലൂയ. ഒരു ജീവിതം മുഴുവൻ അവർ വചനം പഠിപ്പിക്കുവാൻ തങ്ങളെ തന്നെ ക്രമീകരിച്ച ഒരു ക്രമീകരണ ജീവിതമുണ്ട്. ഈ വചനത്തോട് വിശ്വസ്തത പുലർത്തുവാൻ ദൈവസഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി അവർ വേണ്ട എന്ന് വെച്ച അനേക കാര്യങ്ങളുണ്ട്. അവരുടെ മക്കൾക്ക് നിഷേധിച്ച പല കാര്യങ്ങളുണ്ട്. ഞാനൊക്കെ അനുഭവത്തിന്റെ ചുരുൾ നിന്നാണ് പറയുന്നത്. എന്നാൽ ഞാൻ പറയട്ടെ, അത് മനുഷ്യരെല്ലാം കണ്ടില്ല എന്ന് വരാം. എന്നാൽ ഒരു വിശ്വാസി കാണണം, ഒരു വിശ്വാസി ഓർക്കണം. ദൈവവചനം പ്രസംഗിക്കുന്ന, നിങ്ങളെ വചനം പഠിപ്പിക്കുന്ന കർത്താവിന്റെ ദാസന്മാരുടെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടങ്ങളിലെങ്കിൽ അവർ നടന്നു വന്ന വിശ്വാസത്തെ ഓർത്ത് സ്തോത്രം ചെയ്ത് അവരുടെ വിശ്വാസത്തെ അനുകരിക്കുവാനായിട്ട് നമുക്ക് കഴിയുമെങ്കിൽ അവർ സഭായോഗങ്ങളെ എത്ര ഇമ്പോർട്ടന്റ് ആയി കണ്ടുവെന്ന് മനസ്സിലാക്കിയിട്ട് ആ വഴിയിലൂടെ പോകാനായിട്ട് നമുക്ക് സാധിക്കും. കഴിഞ്ഞ തലമുറയെന്ന് ശ്രദ്ധിക്കുക, ഇപ്പോഴും അങ്ങനെയുള്ളവരുണ്ട്. ഞങ്ങളുടെ സ്ഥലം സഭയിലുണ്ട്, എന്റെ പിതാവിനെ ഞാൻ കണ്ടിട്ടുണ്ട്, അനേകരുണ്ട്, ഇന്നും അങ്ങനെയുള്ളവരുണ്ട്. ഈ സദസ്സിൽ തന്നെ പ്രിയ പിതാവൊക്കെ ഇരിപ്പുണ്ട്. പ്രായമേറെയായാലും ഒട്ടും വയ്യാങ്കിലും ഒരു ശകലം ബലമുണ്ടെങ്കിൽ അവർ ഒരു യോഗവും മുടക്കാറില്ല. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അവരുടെ ഉള്ളിലുള്ള ദൈവത്തിന്റെ പരിശുദ്ധാരൂപി, അവരുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന ഈ ജീവന്റെ വചനം, അവർക്ക് ദൈവത്തോടുള്ള അദമ്യമായ സ്നേഹം അവരുടെ ശരീരത്തിന്റെ ബലഹീനതകളെയും മറ്റു പരിതസ്ഥിതികളെയും മറികടന്ന് അവർക്ക് മുൻപേ അവരെ നടത്തിയ വിശ്വാസവീരന്മാരെ ഓർത്ത് അവർ സന്തോഷത്തോടുകൂടെ അവർ ദൈവസഭയുടെ യോഗങ്ങൾക്ക് അല്പം ശേഷിയുണ്ടെങ്കിൽ മുട്ടിലിഴഞ്ഞായാലും അവർ വരും. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ എത്ര പേർക്കുള്ള നിർണയമുണ്ട്? എന്റെ എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് സമയമുണ്ടെങ്കിൽ, എനിക്ക് സാവകാശമുണ്ടെങ്കിൽ, എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ ദൈവസഭയുടെ യോഗത്തിന് പോകാമെന്ന് ചിന്തിക്കുന്നെങ്കിൽ അതിൽ കർത്താവിന് പ്രസാദമില്ല. യേശു ക്രിസ്തുവിനെ പിതാവ് തന്നത് സ്വർഗത്തിൽ മറ്റൊന്നും അതിനേക്കാൾ വിലയില്ലാത്തതായതിനാൽ ഇന്ന് രാത്രി പറയട്ടെ, നമ്മുടെ ജീവിതത്തിന്റെ ആദ്യത്തെ ഉത്തരവാദിത്വം അത് സ്വർഗത്തിലെ കർത്താവിനോട്. അത് കഴിഞ്ഞിട്ടേ മറ്റെന്തുള്ളൂ. ഇന്ന് രാത്രി കർത്താവിന്റെ വേല ചെയ്യുമ്പോ, ഇന്ന് രാത്രി സഭയുടെ ശുശ്രൂഷ ചെയ്യുമ്പോ, ഇന്ന് രാത്രി സഭയിൽ കടന്നു വരുമ്പോ എന്റെ എല്ലാം കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നെങ്കിൽ കടത്തി പറയട്ടെ, നിങ്ങൾ ദൈവത്തിന് തെല്ലുപോലും പ്രസാദമില്ല. എന്നാൽ ആദ്യം അവന്റെ രാജ്യവും നീതി, ആദ്യം കർത്താവിന്റെ വിഷയങ്ങള്, ദൈവത്തിന്റെ പുത്രന്റെ രക്തത്തിന്റെ സമ്പാദ്യമായ ആ പ്രാദേശിക സഭയുണ്ടല്ലോ, അതിന്റെ യോഗങ്ങളെ ഉപേക്ഷിക്കാതിരിക്കണമെങ്കിൽ ചിലര് പറയുന്നതും ചെയ്യുന്നതും കണ്ടില്ല എന്ന് നടിച്ച് ദൈവത്തോട് വിധേയത്വം പ്രഖ്യാപിക്കാനായിട്ട് സാധിക്കും. അതിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് പോകാൻ ദൈവം എന്നെ തടയുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ആദ്യ ഭാഗം ഞാൻ ഇങ്ങനെ പറഞ്ഞ ആ വിഷയത്തോട് ഇവിടെ പറയട്ടെ. ചിലർ ചെയ്യുന്ന ഈ വിഷയം, ചിലർ പറയുന്ന ഈ മുടന്ത ന്യായം, ഞാൻ ഇന്നലെ പറഞ്ഞൊരു വാക്കാവർത്തിക്കുക. ഒരു സഭയുടെ യോഗം നഷ്ടപ്പെടുത്തുവാൻ, അതില്ല എന്ന് വയ്ക്കുവാൻ ഒരു വാട്സാപ്പ് മെസ്സേജോ ഒരു ഫോൺ കോളോ അല്പം ശ്രമമോ മതി. എന്നാൽ നിരന്തരമായി ഒരു സഭയുടെ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അതിനേറെ തീരുമാനവും ദൈവത്തോടുള്ള താല്പര്യവും ഹൃദയത്തിലുണ്ടെങ്കിലേ സാധിക്കത്തുള്ളൂ. ഞാൻ ഹൃദയത്തിൽ കർത്താവ് തരുന്ന ഒരു ചിന്ത കൂടെ പറഞ്ഞ് മുമ്പിലേക്ക് പോകാം. ഒരിക്കൽ യേശു കർത്താവ് വരും, ഒരിക്കൽ യേശു കർത്താവ് വരും. അന്ന് ആ സദസ്സില് ദൈവത്തിന്റെ പുത്രന്റെ ചങ്കിലെ ചോരയിലേക്ക് വാങ്ങിയ ദൈവസഭയ്ക്ക് വേണ്ടി അധ്വാനിക്കുകയും അതിനുവേണ്ടി നിലനിൽക്കുകയും അതിനുവേണ്ടി നിശബ്ദമായി പരിഹാസങ്ങൾ ശ്രമിക്കുകയും ചെയ്ത എണ്ണമറ്റ വിശുദ്ധന്മാരെ, വിശുദ്ധമതികളെ ആദരിക്കുന്ന ഒരു മഹാസമ്മേളനം നമ്മുടെ മുൻപിൽ വരാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, അന്ന് നിങ്ങളുടെയും എന്റെയും സ്ഥാനം അതിലെവിടെയായിരിക്കും? ഇത് രാത്രി ഈ ചോദ്യം ഒന്ന് ചക്കിലെടുത്ത് കയറട്ടെ. ദൈവത്തിന്റെ പുത്രൻ ഇന്ന് രാത്രി നമ്മളോട് ചോദിക്കുന്ന
ചിലർ പറയുന്നത് കേട്ട് മകനെ മകളെ, ഞാൻ തന്ന കൽപ്പന നീ ഉപേക്ഷിക്കുന്നെങ്കിൽ എനിക്ക് നിന്നോട് പ്രസാദമില്ല. എന്നാൽ ഇന്ന് രാത്രി ലോകം മുഴുവൻ നിനക്കെതിരായി നിന്നാലും എന്റെ കർത്താവിന്റെ സഭയ്ക്ക് വേണ്ടി ഞാൻ നിൽക്കും എന്ന് തീരുമാനമെടുത്ത് ആ രീതിയിൽ വരുന്നവരെയാണ് ദൈവത്തിന് ആവശ്യം. എന്റെ സ്ഥലത്ത് സഹോദരനുണ്ട്, ഇപ്പോൾ അദ്ദേഹം പുറത്താണ്. ഞാൻ ഏറെ സ്നേഹത്തോടെ അദ്ദേഹത്തെ ഓർക്കാറുണ്ട്. കാരണം 2 ഷിഫ്റ്റ് ഒക്കെ ചെയ്തിട്ട് എയർപോർട്ടിൽ നിന്ന് അദ്ദേഹം എന്നെ വിളിക്കും, ബ്രദറെ ഞാൻ യോഗത്തിന് വരികയാണ്. ഞാൻ പറയും പോരെ മോനെ, കാരണം എനിക്കറിയാം അദ്ദേഹം വരുമ്പോ ഞാൻ തോർത്തും സോപ്പും എടുത്തു വെച്ചിരിക്കും. ആരും അറിയാതെ 2 രാത്രിയൊക്കെ ഡ്യൂട്ടി ചെയ്തിട്ട് ആ ചെറുപ്പക്കാരൻ അകത്ത് പോയി കുളിച്ച് ഡ്രസ് മാറി സാധാരണ എല്ലാവരെയും പോലെ വന്നിരുന്നിട്ട് ചിലപ്പോൾ അടുത്ത ഷിഫ്റ്റിന് അദ്ദേഹം കയറും. ഞാൻ ചോദിക്കട്ടെ, എത്ര തീരുമാനമുള്ളവര് നമ്മുടെ മധ്യം ഉണ്ടെന്നറിയാമോ? ഇന്ന് രാത്രി വിലയിരുത്തലുകൾക്കല്ല സ്ഥാനം, അവനവന്റെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് ഞാൻ നഷ്ടപ്പെടുത്തിയ എത്ര അവസരങ്ങൾ ഉണ്ട് എന്നോർത്ത് ഇന്ന് രാത്രി ഒന്ന് കരഞ്ഞിട്ട് കർത്താവിന്റെ മുമ്പാകെ ഞാൻ പുനഃസമർപ്പണത്തിലേക്ക് വരാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ നാടും കേരളക്കരയും ഒക്കെ ഇന്ത്യയുടെ വെളിച്ചമാണ്. വാസ്തവത്തിൽ അതിന് ദൈവം ഏൽപ്പിച്ചിട്ടുള്ളത് മറ്റുള്ളവരെയല്ല, നമ്മളെയാണ്. അതെല്ലാം പരാജയപ്പെട്ടാൽ മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ് എന്ന് അവനവൻ ജീവിതത്തോട് ചോദിച്ചിട്ട് വേണം ഇതിന്റെ പടിക്കെട്ടുകളിൽ നിന്ന് രാത്രി പുറത്തേക്ക് പോകുവാൻ. ചിലർ ചെയ്യുന്നത് ചെയ്യരുത്. ആ ചിലരെന്നും ഉണ്ടാകും കർത്താവിന്റെ വരവ് വരെ. ആ ചിലർ ഈ ഭൂമിയിൽ ഉണ്ടാകും. ആ ചിലർ ഈ സഭാ മുടിവരവുകൾ ഉണ്ടാകും. പക്ഷെ അവരെ എല്ലാം മാതൃകയാക്കേണ്ടത് അവരോട് മറുപടി പറഞ്ഞ് ജയിക്കുവാനും കഴിയില്ല. അതുകൊണ്ട് അത് സ്വർഗത്തിലെ ദൈവത്തിന്റെ കരത്തിലേക്ക് വിട്ടിട്ട് മൗനമായും ശാന്തമായി തുടരുവാൻ തീരുമാനം നമ്മുടേതാണ്. അതിന് സ്വർഗത്തിലെ അപ്പൻ നമ്മുടെ ഹൃദയങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്തില് കർത്താവേ ഞാൻ അങ്ങയോടൊപ്പം ഉണ്ട് എന്ന് പറയാനായിട്ട് കഴിയട്ടെ. അതാണ് ആദ്യത്തെ വിഷയം, ചിലർ ചെയ്യുന്നത് പോലെ. ഇനി നിങ്ങൾ നോക്ക്, ഈ സ്ഥലം സഭയ്ക്കുള്ളിലേക്ക് എല്ലാ യോഗത്തിലും ഞാൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം മറക്കരുത്, ഒരു ആരോഗ്യപരമായ പ്രശ്നം അതല്ല, ഒരു ന്യായമായ കാരണം. ആ ന്യായമായ കാരണം ദൈവം മുൻപാകെ ദൈവം സമ്മതിക്കുന്ന കാരണം. അത് ദൈവത്തിനറിയാം. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ദൈവം സമ്മതിക്കോ ഇല്ലയോ ദൈവത്തിന് മുമ്പിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അത് അവരവരെ പരിശോധിക്കും. അങ്ങനെയുള്ള സഭായോഗങ്ങൾക്ക് ഉപേക്ഷിക്കരുത്, അല്ലെങ്കിൽ മുടങ്ങാതെ പോകാം. മറ്റൊരു ചിന്താഗതി നമുക്കുണ്ടാകും. അതും ആ വാക്യം തുടങ്ങുന്നുണ്ട് എന്നതാ. നിങ്ങൾ ആ വാക്യം എടുത്ത് എബ്രായ ലേഖനത്തിലേക്ക് വരാം. 10-ാം അധ്യായം 24-25 എടുത്ത് അവിടെ എന്താ ചെയ്യുന്നത്? ചിലർ ചെയ്യുന്നത് പോലെ. പിന്നെ നമ്മുടെ സഭായോഗം. അപ്പൊ സഭായോഗം ആരുടെയാണെന്ന് വിചാരിക്കണം? ഒന്ന് പറ. സഭായോഗം ആരുടേതാണ് എന്ന് വിചാരിക്കുന്നത്? നമ്മുടെ. അർത്ഥം അത് എന്റെ, അതാ എന്റേതാണെങ്കിൽ ഞാൻ അതിൽ ഒരു ഉപേക്ഷയും വിചാരിക്കുക. ശരിയല്ലേ? നമുക്കുള്ള ഏത് കാര്യവുമാവട്ടെ, ആ എന്റേതാണ് എന്ന ബോധ്യം നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. നമ്മുടെ സ്ഥലം സഭയ്ക്ക് ക്ഷീണം വന്നാൽ എനിക്ക് കുഴപ്പമില്ല. നമ്മുടെ അടുത്തൊരു സഭയാണ് ദൈവപുത്രന്റെ മുദ്രയുള്ള മേൽവിലാസമുള്ള ഏതെങ്കിലും ഒരു പ്രാദേശിക സഭയ്ക്ക് പ്രയാസമുണ്ടെങ്കിൽ അതെവിടെയോ എന്ന് ചിന്തിക്കരുത്, മുട്ടുമടക്കണം. കാര്യം അതെന്റെ സ്തോത്രം, അതെന്റെ കർത്താവിന്റെ രക്തത്തിന്റെ സമ്പാദ്യമാണ്. അതെന്റെ കർത്താവിൻ്റെതാണെങ്കിൽ അതെന്റേതാ. അതിന് എനിക്ക് എങ്ങനെ സഹായിക്കാൻ കഴിയുമോ? അതിൽ ഞാൻ കർത്താവിന്റെ പക്ഷത്ത് നിൽക്കാനായിട്ട് സാധിക്കണം. അതിന് യാതൊരു ഉപശക്തിയുമില്ല. അതിന് മറ്റാരും നമുക്ക് അനുവാദം തരേണ്ടതില്ല. ക്രമം വിട്ട് ചെയ്യരുത്. വചനത്തിന്റെ ക്രമത്തിനകത്ത് നിന്നുകൊണ്ട് ദൈവസഭകൾക്ക് ഉചിതമായ നിലയിൽ വിശുദ്ധന്മാർക്കുള്ള ക്രമം അനുസരിച്ച് നാം നമ്മെ തന്നെ ദൈവത്തിന്റെ സഭയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്നിടത്താണ് കർത്താവ് പ്രസാദിക്കുന്നത്. ഹല്ലേലൂയ. അവിടെ കർത്താവിന്റെ ചിന്താഗതി എന്താ? 2 വേദഭാഗം ഒന്ന് എടുത്തട്ടെ. ഒന്ന് നമുക്ക് അറിയാവുന്നതാണ്. മത്തായി സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ, ഒന്ന് പറ, ഇന്ന് രാത്രി മിണ്ടാതിരിക്കരുത്. ഞാൻ പോരാ, ഞാൻ എന്റെ സഭയെ
പണി. അപ്പൊ സഭയാകരുത്, കർത്താവ് എല്ല്. അപ്പൊ ഞാൻ എന്നാ ചെയ്യേണ്ടത്? ആ കർത്താവിന്റെ പണി, കർത്താവ് സഭ പണിയുമ്പോ ആ സഭയോടുകൂടെ ഞാൻ നിൽക്കുകയാണ്. അതിന്റെ ഒരു ഭാഗമാണ് സഭായോഗങ്ങൾ ഉപേക്ഷിക്കാതിരിക്കുക എന്ന് പറയുന്നത്. കർത്താവ് പറഞ്ഞു തീർക്കുകയായിരുന്നില്ല, ഞാൻ എന്റെ സഭയെ പണിയും, പിന്നെ പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. ഞാൻ മിക്കവാറും ശനിയാഴ്ച രാവിലെ, പ്രത്യേകിച്ചും വെള്ളിയാഴ്ച രാത്രിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവേ, എന്റെ കൊച്ചുകൂടി വരലുള്ള വിശ്വാസികൾക്ക് ഞായറാഴ്ച യോഗത്തിന് വരാതിരിക്കാനുള്ള ഒരു തടസ്സങ്ങളും പിശാച് കൊണ്ടുവരാതിരിക്കാൻ അവിടുത്തെ കൃപാസനത്തിലേക്ക് ഞാൻ അവരെ ഭരമേൽപ്പിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഈ ചിന്ത നമുക്കുണ്ടാകണം. കാരണം സഭയ്ക്കെതിരെ നിരന്തരം നിൽക്കുന്ന പാതാള ഗോപുരങ്ങളുണ്ട്. ആ പാതാള ഗോപുരത്തിന്റെ പണി ഞാൻ ചെയ്യരുത്, അത് ദൈവം ആഗ്രഹിക്കുന്നില്ല. പാതാള ഗോപുരത്തിന്റെ പണി ഞാൻ ചെയ്യരുത്. എന്റെ അലംഭാവം, എന്റെ അലക്ഷ്യം, എന്റെ ശ്രദ്ധയില്ലായ്മ, ദൈവത്തോടുള്ള വിധേയത്വത്തിന്റെ കുറവ്, അത് പാതാള ഗോപുരത്തിന് ഞാൻ ഉൾപ്പെടുന്ന സഭയിലേക്ക് കടന്നു കയറുവാൻ അനുവാദമാകരുത്. മറിച്ച് ഞാൻ ഇല്ലാതെയായി തീർന്നാലും, എന്റെ കണ്ണുകൾ നിറഞ്ഞാലും, ഞാൻ പരിഹസിക്കപ്പെട്ടാലും, ഞാൻ ഒരു ഭാഗത്ത് മൗനമായി നിൽക്കേണ്ടി വന്നാലും, ഇന്ന് രാത്രി പറയട്ടെ, എന്റെ കർത്താവിന്റെ സഭയ്ക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ആ ചിന്ത ഇന്ന് രാത്രി എത്ര പേർക്ക് ഇവിടെ ഇരിക്കുന്നവർക്കുണ്ട്. യേശു കർത്താവ് ചങ്കനകത്തുനിന്ന് പറഞ്ഞ വിഷയമാണ്. പാതാള ഗോപുരങ്ങൾ സഭയെ ജയിക്കയില്ല, കാരണം അത് പണിയുന്ന ഒരുവനുണ്ട്. ആ കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ സഭയിൽ പണിയും. ഇത് രാത്രി യോഗങ്ങൾക്ക് പോകണമെങ്കിൽ ഇത് ആദ്യം ഉണ്ടാകണം. എന്റെ കർത്താവിന്റെ സഭയാ, അത് എന്റെ സഭയാ. ഇനി നിങ്ങൾ രണ്ട് പ്രയോഗം നോക്കിയേ. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം ഒന്ന് എടുക്കുവാൻ ഞാൻ വിനയത്തോടെ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തില് 3 വാക്യങ്ങളിൽ 2 പ്രയോഗങ്ങളുണ്ട്. ഒന്ന്, അതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. കർത്താവ് യോഹന്നാനോട് ചോദിക്കുക, പത്രോസിനോട് ചോദിക്കുക, നീ എങ്ങനെ 15-ാം വാക്യം, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു. ഇവരിൽ അധികം. പക്ഷെ ഇംഗ്ലീഷ് ബൈബിളിൽ ഡു യു ലവ് മീ മോർ ദാൻ ദീസ് എന്ന് പറയുന്നിടത്ത് തൊട്ട് മുൻപിൽ വേദവ്യാഖ്യാതാക്കൾ പറയുന്നത് 153 വലിയ മീൻ വലിച്ചു കയറ്റിയ ഒരു സംഭവമുണ്ട്. ശരിയല്ലേ? വലിയ മീനാ. കർത്താവ് നല്ലതേ കൊടുക്കുന്നു. കർത്താവ് അത് പത്രോസിന്റെ മുൻപിലേക്ക് ഇട്ടിട്ട് ചോദിച്ചു, മോനെ, നീ ഈ കാണുന്നതിനേക്കാൾ അധികമായി, ഈ നിൽക്കുന്നവരേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പക്ഷെ കർത്താവ് പറഞ്ഞു, ആ കർത്താവിനോട് അവൻ പറഞ്ഞ കാര്യമുണ്ട്. ഇത് രാത്രി ഞാൻ അതിലേക്കല്ല പോകുന്നത്. അവിടുത്തെ ആ 2 പ്രയോഗങ്ങൾ 3 വാക്യത്തിലുണ്ട്. 15-ാം വാക്യം നോക്കുക. കർത്താവ് എന്നെ പറഞ്ഞു, എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. അങ്ങനല്ലേ? എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. വീണ്ടും 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്നതാ? എന്റെ ആടുകളെ പാലിക്കാം. എന്നിട്ട് താഴേക്ക് വരുമ്പോ വീണ്ടും കർത്താവ് 17-ാം വാക്യത്തില് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? അവിടെ വളരെ വ്യക്തമായി കർത്താവ് ആവർത്തിച്ചു പറയുകയാണ്. യേശു പത്രോസിനോട് എന്റെ ആടുകളെ മേയ്ക്കാം. പാലിക്കുക, മേയ്ക്കുക, അതിലേക്ക് ഇത് രാത്രി ഞാൻ പോകുന്നില്ല. പക്ഷെ കർത്താവ് ഒരു കാര്യം അവിടെ സ്പെസിഫിക്കലി പറയുകയാണ്. ഈ ആടുകളുണ്ടല്ലോ, ഈ കുഞ്ഞാടുകളുണ്ടല്ലോ, അതാരുമാകട്ടെ, എവിടെയും ആകട്ടെ, പത്രോസേ, അതാരുടേതാ? അതെന്റെ. ഈ ആട് തെറ്റിപ്പോയെന്ന് വരാം, ഈ ആട് അനുസരണക്കേട് കാണിച്ചെന്ന് വരാം. ആടങ്ങനെ ചെയ്യരുത്. ആടിന്റെ ഉത്തരവാദിത്വം ആ ഇടയന്റെ ശബ്ദം കേട്ട് ഇടയന്റെ പിന്നാലെ ഇടയനെ അനുഗമിച്ച് ഇടയന്റെ ഇഷ്ടം ചെയ്യലാണ്. പക്ഷെ കർത്താവ് പത്രോസിനോട് പറഞ്ഞു, മോനെ, നിന്നെ ഏൽപ്പിക്കാൻ ഞാൻ തരുന്ന ഈ കാര്യം ഉണ്ടല്ലോ, അത് നീ ഒരു കാര്യം ഓർത്തോണം. അത് ആരുടെ ആടുകളാ? എന്റെ ആടുകളാ, എന്റെ കുഞ്ഞാടുകളാ. ലോകം മുഴുവൻ നിന്നെ ചോദ്യം ചെയ്യുമ്പോഴും, ലോകം മുഴുവൻ നിനക്കെതിരെ നിന്നാലും, നിന്റെ ക്രിസ്തീയ ജീവിതത്തിൽ നീ സങ്കടപ്പെടേണ്ടി വന്നാലും, ഇന്ന് രാത്രി സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതിരിക്കണമെങ്കിൽ കർത്താവ് പറഞ്ഞ ഈ 3 പ്രത്യേക കാര്യങ്ങൾ ഓർക്കണം. ഒന്നാമത്തെ കാര്യം, മത്തായി സുവിശേഷം 16-ന്റെ 18 കർത്താവ്
രാത്രി പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന്റെ ഭാവം, ക്രിസ്തുവിന്റെ ഈ സ്വഭാവം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വരാനായിട്ട് സാധിക്കണം. അതാണല്ലോ നാഗൽ സാഹിബ് പാടിയത്, യേശുവേ നിന്റെ രൂപം ഈ എന്റെ കണ്ണിന് എത്ര. നമുക്കതൊന്ന് പാടാം. യേശുവേ നിന്റെ രൂപമീ കണ്ണുകൾക്ക് എത്ര സൗന്ദര്യം. യേശുവേ കണ്ണുകൾക്ക് എത്ര സൗന്ദര്യം. ശിഷ്യരാകുന്ന നിന്നെ പോലെയാക്കണം മുഴുവൻ. ശിഷ്യരാകുന്ന എന്നെയും നിന്നെ പോലെയാക്കണം മുഴുവൻ. ഇന്ന് രാത്രി കർത്താവിനോട് പറയാം, കർത്താവേ അങ്ങയുടെ മുഖത്തിന്റെ സൗന്ദര്യം എന്നിൽ പ്രകാശിക്കട്ടെ, അതെന്നിൽ പ്രതിബിംബിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ അവിടുത്തെ പോലെയാകുന്നതാണ് ഈ ശിഷ്യന് മതി. കർത്താവ് പറഞ്ഞതുപോലെ ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി. അത്ര ആയാൽ മതി, ആ ഭാരം മതി. ഇന്ന് രാത്രി ദൈവസഭയുടെ യോഗങ്ങൾ ഉപേക്ഷിക്കാതിരിക്കാൻ ഈ ചിന്ത മനസ്സിനങ്ങ് ചേർത്ത് കെട്ടിക്കണം. ദൈവം തരുന്ന ഞാൻ ഇങ്ങനെ പറയട്ടെ, ഇത് എന്റെ കർത്താവിൻ്റെതാ, അതുകൊണ്ട് ഇതാരുടേതാ. ഇനി മുമ്പിലേക്ക് വരാം. മുമ്പിലേക്ക് പോകുമ്പോൾ ഈ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതിരിക്കാനുള്ള മറ്റൊരു കാരണം എബ്രായ ലേഖനം 13:17 ഒന്ന് എടുക്കാമോ? എബ്രായ ലേഖനം 13-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ വളരെ വ്യക്തമായിട്ട് മറ്റൊരു കാര്യം കാണുവാൻ സാധിക്കുന്നുണ്ട്. ആ കാര്യത്തോട് ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളും നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുക. നോക്കുക, ഒന്നെടുത്ത് എന്നിട്ട് എല്ലാവരും കൂടെ ചേർന്ന് നമുക്ക് ഒരുമിച്ച് അതൊന്ന് വായിക്കാം. എബ്രായ ലേഖനം 13-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. എന്നോട് ചേർന്ന് എല്ലാവരും വായിക്കണം. എന്താണ് വായിക്കുന്നത്? നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരുത്തി അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഇത് അവർ ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുകയും അടുത്തത് ശ്രദ്ധിച്ചോളാം, അല്ലാഞ്ഞാൽ നിങ്ങൾക്ക് നന്നല്ല. ഒത്തിരി പേടിയോടെ ഇന്ന് രാത്രിയിൽ ഞാനിത് പറയുന്നു. അവിടെ ആ വാക്യം അവസാനിക്കുമ്പോൾ പറയുന്ന വാക്ക്, കർത്താവേ എനിക്കങ്ങനെ ഭവിക്കരുത് എന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം പോകാൻ. കാരണം വളരെ ഗൗരവമായി പറയുന്ന ഒരു വിഷയമാണ്. എന്തുകൊണ്ടോ കഴിഞ്ഞ 2 രാത്രിയിലെ കൃപയല്ല ഇന്ന് എനിക്ക് ദൈവം തന്നിട്ടുള്ളത്. ഞാൻ ആഗ്രഹിച്ചതുമല്ല ഇന്ന് രാത്രി കർത്താവിനെ പറയിപ്പിക്കുന്നത്. എന്നാൽ ഒന്നെനിക്കറിയാം, യേശു കർത്താവിന് തന്റെ സഭയോട് സംസാരിക്കാനുണ്ട്. അതിൽ പറയുന്ന ഒരു വിഷയമാണ് ഈ 13-ാം അധ്യായം എബ്രായ ലേഖനം 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അതിന് ഇങ്ങനെ ഞാൻ ടൈറ്റിൽ എന്ന് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുക, എന്തുകൊണ്ട് വിശ്വാസികൾ ആരും, ഒരാൾക്ക് പോലും എഴുതില്ല, ആരും സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുതെന്ന് പറയുന്നതിന്റെ കാരണം, ഉപേക്ഷിച്ചാൽ ദൈവം സഭകളിൽ ആക്കി വെച്ചിട്ടുള്ള ശുശ്രൂഷകന്മാർ ഞരങ്ങാൻ ഇടയാകും. ഞരണ്ട് കാര്യം പറഞ്ഞാൽ എന്താ? കർത്താവ് ആക്കി വെക്കുന്ന ശുശ്രൂഷകന്മാരുടെ ജീവിതത്തിൽ ആ ബോധ്യമുള്ള ശുശ്രൂഷകന്മാർക്ക് ഉഴപ്പിത്തൽ ചെയ്യുന്നവരുണ്ട്. ഞാൻ ആ കൂട്ടരെ അല്ല പറയുന്നത്. ജീവിതം യേശുവിന് വേണ്ടി സമർപ്പിച്ച്, കർത്താവേ നിന്റെ യാഗപീഠത്തിൽ അങ്ങ് അനുവദിക്കുന്നതെല്ലാം ഞാൻ അനുഭവിച്ചു കൊള്ളാം, നീ എന്നെ വിടുന്നിടത്ത് ഞാൻ പൊയ്ക്കൊള്ളാം, നീ എന്നെ ആക്കുന്ന സ്ഥാനങ്ങളിൽ എനിക്കല്ല അവിടത്തേക്ക് വേണ്ടി ഞാൻ നിൽക്കാം എന്ന് തീരുമാനമെടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിൽ ദൈവസഭ കഴിഞ്ഞിട്ട് മറ്റെല്ലാം ഉണ്ട്. അവന് കരുതുന്നതിനേക്കാൾ അവൻ ദൈവസഭയ്ക്ക് വേണ്ടിയാണ് കരുതുന്നത്. അവന്റെ കുഞ്ഞ് കരയുമ്പോൾ ഞാൻ അനുഭവത്തിൽ നിന്ന് പറയട്ടെ, ആ സഭയിൽ ഒരാളുടെ ആവശ്യം വന്നാൽ ആ കുഞ്ഞിന്റെ കാര്യം മാറ്റിവെച്ച് ആ ദൈവദാസൻ ചെയ്യും. അവർ ഞരങ്ങിയാൽ അത് നിങ്ങൾക്ക് നല്ലതാണ്. ഇന്ന് രാത്രി
ചൂടിൽ നിന്ന് അനേക ദൈവദാസന്മാരുടെയും ദൈവസഭകളുടെ ശുശ്രൂഷകന്മാരുടെയും കടന്നീർ രഹസ്യമായി കണ്ട അനുഭവത്തിന്റെ ചൂടിൽ നിന്ന് ഞാൻ വളരെ വ്യക്തമായി കർശനമായി ഓർമ്മപ്പെടുത്തട്ടെ. ദൈവസഭയുടെ യോഗങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ, അതിന് മുട്ടാത്തങ്ങൾ പറയുമ്പോൾ ഉത്തരം മുട്ടിയിട്ടാണെങ്കിലും ദൈവത്തെ ഓർത്ത് മൗനമായി നിന്ന് ഉള്ളിലെ ഒരു കരയുന്ന കരച്ചിൽ കേൾക്കുന്ന ഒരു കഥാവുണ്ട്. അവരുടെ കരച്ചിൽ സ്വർഗത്തിന്റെ സിംഹാസനത്തെ ചലിപ്പിക്കും. അവരുടെ കണ്ണുനീർ സ്വർഗത്തിലെ ദൈവം എഴുന്നേൽക്കുവാൻ കാരണമാകും. അവരുടെ കണ്ണുനീർ അവർ തുരുത്തിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞല്ലോ, ഈ ക്ലാസ് ഞാൻ ചിന്തിച്ചതുപോലെയല്ല ദൈവം കൊണ്ടുപോകുന്നത്. ദൈവം എനിക്ക് തരുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ആ തരുന്നതിന്റെ അധരങ്ങളിലും എന്റെ ഹൃദയത്തിലും കഥാവ് തരുന്നത് യാതൊരു ഭയവും കൂടാതെ ഇന്ന് രാത്രി മറച്ചു വയ്ക്കാതെ ഞാൻ പറയട്ടെ, ദൈവസഭയുടെ യോഗങ്ങൾ ഉപേക്ഷിച്ചിട്ട് നീ മൗനമായി നിന്ന് മറ്റെന്തെങ്കിലും പറയുമ്പോൾ നിന്റെ ദൈവദാസന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന ആ കണ്ണുനീർ തുള്ളിയുണ്ടല്ലോ, അത് നിങ്ങൾക്ക് നന്നല്ല. അവരുടെ ഞരക്കം കരയുവാൻ പ്രാപ്തിയില്ലാതെ അവർ ഞരങ്ങുന്ന ആ ഞരക്കം കേൾക്കുന്ന സഭയുടെ ഒരു കണ്ണനുണ്ട്. നീ കൈ ചൂണ്ടി സംസാരിക്കുമ്പോൾ, നീ മതി എന്ന് പറയുമ്പോൾ, ഇനി പറയണ്ട എന്ന് ദാസ്യത്തോടെ നീ പറയുമ്പോൾ, ഞാൻ ഇങ്ങനെ ചെയ്യുമെന്ന് നീ ശഠിക്കുമ്പോൾ, നീ വെല്ലുവിളിക്കുന്നത് ആ ദൈവദാസനെയോ സഭയുടെ ശുശ്രൂഷകന്മാരെയല്ല, മറിച്ച് ആ സഭയുടെ യഥാർത്ഥ യജമാനനെയാണ്. അനേക ചിന്ത മനസ്സിലേക്ക് വരുന്നു. സംഖ്യാപുസ്തകം 16-ാം അധ്യായം മോശയ്ക്ക് വിരോധമായി സംസാരിച്ചപ്പോൾ ദൈവത്തിന്റെ ഒരു ചോദ്യം ഉയർന്നു, നീ എനിക്ക് വിരോധമായി സംസാരിക്കുന്നതെന്ന്. ഭൂമി പിളർന്നു. അവിടെ മോശ ഒരു കാര്യം പറയുന്നുണ്ട്, കർത്താവേ, നീ ഒരു അപൂർവ കാര്യം ചെയ്യണം. ആ ദൈവദാസൻ ചങ്കിൽ നിലവിളിച്ചു. നീണ്ട വർഷങ്ങൾ ഈജിപ്ഷ്യൻ കൊട്ടാരത്തിന്റെ കെട്ടുകൾ വിട്ട് സകല സുഖ സൗകര്യങ്ങളും വെടിഞ്ഞ് ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കുന്നത് നിരസിച്ച ക്രിസ്തുവിന്റെ വലിയ ധനമായി 40 ലക്ഷം ജനങ്ങളുടെ അവരുടെ പിറുപിറുപ്പുകൾ കേട്ട് ആ വനാന്തരത്തിലൂടെ അവരെ കൊണ്ടുപോകുമ്പോൾ അതിൽ ചിലർ തിരിഞ്ഞു നിന്ന് സംസാരിച്ചപ്പോൾ ആ ദൈവദാസന്റെ ഹൃദയം പൊട്ടിയുള്ള കരച്ചിലുണ്ടല്ലോ, അവൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഒരു അപൂർവ കാര്യം നീ ചെയ്യണം. ഉടനെ ഭൂമി പിളർന്നു. അവരുടെ നിലവിളി സഭയൊക്കെയും കേട്ടു. ഇന്ന് രാത്രി ദൈവത്തെ വെല്ലുവിളിക്കരുത്. പ്രിയപ്പെട്ടവരെ, അതാവിടുത്തെ വിഷയം. സഭായോഗത്തിന് പോകാതെ ഇരിക്കുന്നു. ഇങ്ങനെ ഉള്ളൂ, ഞാൻ ഇങ്ങനെ വരികയുള്ളൂ, പറയേണ്ടതൊക്കെ പറഞ്ഞോളൂ, എനിക്കിതൊന്നും വിഷയമല്ല എന്ന് പറയുമ്പോ ഒന്നുകിൽ നീ രക്ഷിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ നീ ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി ഈ വചനത്തിന്റെ ആധികാരികതയിൽ നിന്ന് ഇതൊന്നും എന്റെ കയ്യിലില്ല, പക്ഷെ കർത്താവ് തരുന്ന ചിന്ത, അത് ഞാൻ പറയാൻ ബാധ്യസ്ഥനാണ്. ഇന്ന് രാത്രി എന്റെ അവസാന പ്രസംഗമാണ്. കർത്താവ് തരുന്നത് പറയാതെ പോകുക എനിക്ക് അനുവാദമില്ലാത്തത് കൊണ്ട് സ്വർഗത്തിൽ ഞാൻ കീഴടങ്ങുന്നു. അതാണ് വിഷയം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. അവർ ഞരങ്ങാൻ ഇടവരുത്തരുത്, അല്ല ഞാൻ നിങ്ങൾക്ക് നന്നല്ല. അവിടെ 2 കൂട്ടം ആളുകളുണ്ട്. ഒന്ന്, നിങ്ങളെ നടത്തുന്നത്. 2, നടത്തുന്നവർക്ക് കീഴടങ്ങിയിരിക്കരുത്. ക്രിസ്തുവിന് കീഴടങ്ങണം, ദൈവത്തിന് കീഴടങ്ങണം. എന്റെ പിതാവിനെ പഠിപ്പിച്ചൊരു പാഠമില്ല. താൻ സങ്കടങ്ങൾ അനുഭവിക്കുമ്പോൾ, അകാരണമായി താൻ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ, ഞാൻ എൻ്റെ അപ്പനോട് ചോദിച്ചിട്ടുണ്ട്, അപ്പനില്ലാത്തപ്പോഴുള്ള കാര്യത്തിന് പോലും എന്തിന് ക്ഷമ പറയണം. എൻ്റെ പിതാവിന്റെ മുഖത്തേക്ക് നോക്കി ഒരു കാര്യം പറഞ്ഞു, മോനെ, എനിക്ക് ക്ഷീണം വന്നാലും എൻ്റെ സഭയ്ക്ക് ക്ഷീണം വരുന്നു. എന്നിട്ട് അദ്ദേഹത്തിനെ തിരിഞ്ഞു നോക്കി, എന്റെ യൗവന പ്രായത്തിൽ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്നോടൊരു വാക്ക് പറഞ്ഞു, നീ മുഖാന്തരം ഒരിക്കലും സഭയിൽ ഒരു പ്രയാസം ഉണ്ടാകും. എന്റെ ജീവിതത്തിൽ, എന്റെ ശുശ്രൂഷയിൽ ഞാൻ ആരും അറിയാതെ കരയുന്ന രംഗങ്ങളിൽ എന്റെ അപ്പന്റെ ആ വാക്ക് ഞാൻ എന്റെ ഹൃദയത്തോടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് എന്ത് വേണമെങ്കിലും വന്നോട്ടെ, ഞാൻ മുഖാന്തരം ഒരു ശുശ്രൂഷകനും ഞരങ്ങരുത്. ഞാൻ കീഴടങ്ങിയിരിക്കും. ദൈവസഭയോടുള്ള വിധേയത്വം, കർത്താവാക്കി വെച്ചവരോടുള്ള കീഴടങ്ങൽ, അത് സ്വർഗത്തിന്റെ സിംഹാസനത്തിന് മുന്നിലുള്ള കീഴടങ്ങൽ.
നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, അവിടെ പറയുന്നു നടത്തുന്നവരുടെ ഉത്തരവാദിത്വം. ഒന്ന്, അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് എന്ന ബോധ്യം ഉണ്ടാകണം. വിശദീകരിക്കുന്നില്ല. രണ്ട്, ആത്മാക്കൾക്ക് വേണ്ടി അവർ ജാഗരിക്കണം. അതൊരു മിലിറ്ററി വേണം. നമ്മുടെ സഭയിലെ ഓരോ വിശ്വാസിക്ക് വേണ്ടി കരയുന്നവരാകണം സഭയുടെ ശുശ്രൂഷകന്മാർ, മൂപ്പന്മാർ, ഇടയന്മാർ, കഥാവാക്കി വെച്ചിട്ടുള്ളവർ. അതിൽ നിന്ന് ഒഴിയാൻ ഒരു ശുശ്രൂഷകനും ഉത്തരവാദിത്തമില്ല. ജാഗരിക്കുന്നവർക്ക് ഉറക്കം നഷ്ടപ്പെടും. സഭയിലെ ഒരു വ്യക്തി പുറംതിരിഞ്ഞു പോയാൽ ആ വേദന ചങ്കിൽ കയറുമ്പോൾ അറിയാൻ പറ്റില്ല. ഞാൻ എഴുന്നേച്ചിരുന്ന എത്രയോ രാത്രി ഉണ്ട്. കാരണം ജാഗരിക്കുക പട്ടാളക്കാരുടെ പക്ക. അതിർത്തികളിൽ കാവൽ നിൽക്കുന്ന പടയാളികൾക്ക് ഉറങ്ങുവാൻ അനുവാദമില്ല. മഞ്ഞായാലും മഴയായാലും വെയിലായാലും കാറ്റായാലും അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അവരുടെ കയ്യിൽ കൊടുത്ത ആയുധമേന്തി അവർ ജീവിക്കുന്ന രാജ്യത്തിനു വേണ്ടി അവർ രണത്തിൽ അവരുടെ ചോര ചെന്തേണ്ടി വന്നാൽ അവസാന ശ്വാസം വരെ ശത്രുവിനെ അകത്ത് കയറ്റാതെ കാക്കുന്നവരാണ് ഈ ധീരയോദ്ധാക്കൾ. ദൈവസഭയുടെ ശുശ്രൂഷകന്മാർ അത് ഒരു ദിവസത്തെ ശുശ്രൂഷയല്ല, നിരന്തരമായ ജാഗ്രത, കാവൽക്കാരുടെ ഉത്തരവാദിത്തം, സഭയിലെ ഓരോ വിശ്വാസിയെ കുറിച്ചുള്ള ആത്മഭാരം. അതാണ് ദൈവസഭയിൽ നടക്കുന്നവരുടെ ഉത്തരവാദിത്തം. പക്ഷെ നടത്തപ്പെടുന്നവരുടെ ഉത്തരവാദിത്തമോ അവിടെ പറയുന്നു അവരെ അനുസരിക്കണം. അനുസരിച്ചേ പറ്റൂ. അവിടെ ബലപ്രയോഗമില്ല, മാനുഷിക ഘടകങ്ങളില്ല. എന്നെ കർത്താവിന്റെ സഭയിൽ ദൈവമാക്കി വെച്ച് എന്നെ നടത്തുവാനാക്കിയിട്ടുള്ള ആ ദൈവദാസന്മാരെ അനുസരിപ്പാൻ എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. രണ്ട്, അവർ കീഴടങ്ങിയിരിക്കണം. മൂന്ന്, എന്റെ സഭാ ശുശ്രൂഷകന്മാർ സന്തോഷത്തോടെ ആ ശുശ്രൂഷ ചെയ്യാൻ ഞാൻ വഴിവെക്കണം. ഞാൻ ചോദിക്കട്ടെ, ചെയ്യാറുണ്ടോ? നിന്റെ സഭയുടെ ആവശ്യ സമയത്ത് നീ മാറി നിൽക്കരുത്. നിന്റെ സഭയിൽ ഒരു പരാജയം വന്നാൽ നീ ദൈവമുൻപാകെ വരണം. നിന്റെ ഹൃദയം ഭാരത്താൽ നിറയണം. ആ സഭയില്ലെങ്കിൽ നീ ഇല്ല എന്ന ബോധ്യം നിനക്കുണ്ടാകണം. ഞാൻ ചോദിക്കട്ടെ, കുമ്പനാടിന്റെ സഭയുള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്, ശരിയല്ലേ? നെടുമ്പാശ്ശേരിയിൽ ഒരു സഭയുള്ളത് കൊണ്ടാണ് അവിടെ ആരാധന ഉണ്ടാകുന്നത്. മേൽപ്പാടത്തൊരു സഭയുള്ളത് കൊണ്ടാണ് അവിടെ വിശുദ്ധന്മാർ കൂടി വരുന്നത്. ഇന്ന സ്ഥലമെന്നല്ല, ഇതെല്ലാം ദൈവസഭകളാണ്. അതില്ലാതായാൽ ഞാനില്ല എന്ന ചിന്തയുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, സഭായോഗത്തെ ഉപേക്ഷിക്കരുത്. കാര്യം എന്താ? അത് ദൈവദാസന്മാർ, ശുശ്രൂഷകന്മാർ ഞരങ്ങാനായിട്ടിടയാകും. ഞാൻ ആവർത്തിക്കുന്നു, ആ ഞരക്കം സ്വർഗം കേൾക്കാതെ പോവുകയില്ല. ഒരു പക്ഷേ ദൈവത്തിന്റെ സഭയോട് അലക്ഷ്യമനോഭാവം കാണിച്ചു, ഒരുപക്ഷെ ദൈവത്തിന്റെ സഭയെ വെല്ലുവിളിച്ച്, ഒരുപക്ഷെ സഭയിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കുക, ഒരുപക്ഷെ സഭയിൽ സംസാരിക്കുക ദൈവത്തിന് ഇഷ്ടമല്ലാത്ത രീതിയിൽ, ദൈവസഭയ്ക്കകത്ത് അയോഗ്യമായ ഒരു വാക്ക് പറഞ്ഞാൽ തലമുറകളെ ശിക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. കാരണം ഈ സഭയ്ക്ക് വേണ്ടി കർത്താവ് കൊടുത്ത വിലയത. ആ വിലയ്ക്ക് മുന്നിൽ എന്റെ നഷ്ടങ്ങൾ അല്ല. എന്റെ സങ്കടങ്ങൾ ക്രൂശിൽ കരഞ്ഞവന്റെ നിലവിളിയോളം എത്തുകയില്ല. ശരിയല്ലേ? എത്ര പേർക്ക് അഫ്ലോഡ് ചെയ്തൊരു സ്തോത്രം പറയാൻ പറ്റുമോ? ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ സഭയിൽ ഒഴുക്കിയ കണ്ണുനീര് കാൽവരികളിൽ കരഞ്ഞ ആ എന്റെ രക്ഷിതാവിന്റെ കരച്ചിലോളം വരികയില്ല. ഞാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ എന്റെ കർത്താവ് അനുഭവിച്ച കുന്നപ്പാടിന്റെ കോടിയിൽ അംശം വരികയില്ല. എന്റെ കർത്താവിന് വേണ്ടി ഞാൻ അനുഭവിക്കുന്ന അപമാനങ്ങൾ, നിന്ദകൾ, പരിഹാസങ്ങൾ കാൽവരിയിൽ പരിഹാസത്താൽ തികഞ്ഞവനായിത്തീർന്ന, നിന്നയാൽ ഹൃദയം തകർക്കപ്പെട്ട രക്ഷിതാവിന്റെ സ്നേഹത്തോളം വരികയില്ല. നമുക്ക് ക്ഷമിക്കാൻ കഴിയും. ക്ഷമിക്കുക എന്ന് പറയുന്നത് പാപത്തെ ക്ഷമിക്കുക അല്ലെങ്കിൽ പാപത്തോട് കോംപ്രമൈസ് ചെയ്യുക എന്നല്ല. എനിക്കെതിരെ കൊണ്ടുവരുന്ന വിഷയങ്ങൾ
ഞാൻ ആ വ്യക്തിയോട് ക്ഷമിക്കുക എന്നുള്ളതാണ്. ഉപദേശപരമായ കാര്യമല്ല. എന്നെ ഒരാൾ പറഞ്ഞു, ആ പറഞ്ഞയാളോട് എന്നോട് പറഞ്ഞ വിഷയം ഓർത്ത് ഞാൻ ക്ഷമിക്കുക. അത് ദൈവം ചെയ്തു. കർത്താവ് ജ്ഞാനത്തിനനുസരിച്ച് പെരുമാറുമ്പോഴും ഇന്ന് രാത്രി പറയട്ടെ, ദൈവസഭയില് ഏറ്റവും ഉചിതമായി നാം ഇരിക്കുന്നതും നിൽക്കുന്നതും എഴുന്നേൽക്കുന്നതും ദൂരത്തുനിന്ന് നിരൂപണങ്ങൾ അറിയുന്ന ഒരു കർത്താവിന്റെ മുൻപിലാണ് എന്ന തികഞ്ഞ ബോധ്യം ദൈവസഭയ്ക്കകത്ത് നമുക്കുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ഒരു സഭ ഉണ്ടാകാൻ നിങ്ങൾ അധ്വാനിച്ചിട്ടുണ്ട്. അതിന്റെ ഭാരം എത്ര പേരാകുന്നുണ്ട്? ഒരു സഭ കൂടിയവരുടെ സ്ഥലമില്ലാതെ കരയുന്ന എത്ര പേരുന്ന രാത്രിയുണ്ട്? ഞാനത് സഹിക്കുന്നതാണ്. സഭയിൽ പുതുതായി ചേർന്ന് വരുവാൻ പ്രതീക്ഷിച്ച് വഴിക്കണ്ണുമായ റോഡ് സൈഡിൽ കാത്തുന്ന എത്ര പേര് ഈ രാത്രിയിലൂടെയുണ്ട്? അങ്ങനെയുള്ളവർക്ക് സഭയുടെ കൂടിവരവുകളെ ഉപേക്ഷിക്കാൻ പറ്റുകയില്ല. കാരണം അതിന്റെ വില വലുതാണ്, അതിന്റെ വേദന വളരെ വലുതാണ്. നാം അധ്വാനിക്കാതെ മറ്റുള്ളവർ അധ്വാനിച്ച്, ദൈവദാസന്മാർ അധ്വാനിച്ച് നമ്മുടെ കരങ്ങളിലേക്ക് തന്ന ദൈവസഭകൾക്കകത്ത് കുറഞ്ഞ പക്ഷം അതൊന്ന് പരിപാലിക്കുവാൻ, അതിനോട് ചേർന്ന് നിൽക്കുവാൻ, അതിനൊന്ന് സന്തോഷത്തോടെ വരുവാൻ കഴിയുന്നില്ലെങ്കിൽ നീ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് ലജ്ജ തോന്നണം. നാം കുറവുള്ളവരാണെന്ന് സമ്മതിക്കണം. ഇന്ന് രാത്രി നമ്മൾ പിടിച്ചിരിക്കുന്ന നമ്മുടെ ജഡത്തിന്റെ ചില ആയുധങ്ങളുണ്ടല്ലോ, അത് ആ ക്രൂശിന്റെ ചുവട്ടിലിട്ടിട്ട് ആ ക്രൂശിക്കപ്പെട്ട കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ഒരു രൂപാന്തരം നമ്മുടെ ഹൃദയങ്ങൾക്കുണ്ടാകും. ഒന്ന് കരയാൻ നമുക്ക് കഴിയുന്നു, ഒന്ന് ക്ഷമ പറയുവാൻ നമുക്ക് കഴിയുന്നു. അടുത്തിരിക്കുന്ന ആളോട് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് സഹോദര സഹോദരി എന്ന് നെഞ്ചകത്തിൽ നിന്ന് വിളിക്കുവാൻ ഇന്ന് രാത്രി നമുക്ക് കഴിയണം. ദൈവം സഹായിക്കട്ടെ. അതാണ് അവിടുത്തെ വിഷയം. സഭായോഗം ഉപേക്ഷിച്ച ദൈവസഭയുടെ ശുശ്രൂഷകന്മാർ ഞാനായിട്ട് മറ്റെല്ലാം ഞാൻ വിട്ട് മറ്റൊന്നിലേക്ക് കയറുകയാണ്. അല്ലെങ്കിൽ എനിക്കൊന്നും പറയാനായിട്ട് കഴിയില്ല, ഞാൻ എല്ലാം വിടുകയാണ്. ഒരു കാര്യം കൂടെങ്കിലും പറയട്ടെ, സമയമായിട്ട്. ഈ സഭായോഗത്തിന് പോയില്ലെങ്കിൽ ഉള്ള കുഴപ്പമില്ല. ഞാൻ ആ വാക്യം അങ്ങ് വിടുക. അവിടെ കുറെ കാര്യങ്ങളുണ്ട്, അത് പിന്നീട് നിങ്ങൾ നോക്കിയാൽ. ഈ സഭായോഗത്തിന് പോയില്ലെങ്കിൽ വലിയ മറ്റൊരു കുഴപ്പമുണ്ട്. അതെന്താണെന്ന് അറിയാം? ഈ സഭയുടെ ശുശ്രൂഷകളിൽ പങ്കാളിത്തം നഷ്ടപ്പെടും. അത് ചെറുതല്ല കേട്ടോ, അത് ചെറുതല്ല. ഈ സ്വർഗത്തിൽ ചെല്ലുമ്പോഴേ നമ്മൾ നഷ്ടപ്പെടുത്തിയ അനേക അവസരങ്ങളെ ഓർത്ത് നമ്മൾ ദുഃഖിക്കും. ഈ അവസരങ്ങളൊന്നും ഇനി നമുക്ക് എന്ത് ചെയ്തില്ല, ഒരിക്കലും കിട്ടുന്നില്ല. കിട്ടുവെച്ചാൽ പോയത് ഇനി ഒന്നേ ചെയ്യാനുള്ളൂ. പോയതോർത്ത് ക്ഷമ പറയുക. ഉള്ളതിന് വേണ്ടി അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞതല്ല ഞാനിപ്പോൾ പറയുന്നത്, അദ്ദേഹം ഓടിയതൊക്കെ കർത്താവിന് വേണ്ടിയാണ്. അദ്ദേഹം പറഞ്ഞു, പിന്നിലുള്ളത് ഞാൻ എന്ത് ചെയ്യുന്നു, മുന്നിലുള്ളതിന് വേണ്ടി ആഞ്ഞുകൊണ്ട് ഓടുന്നു. ആശ. അപ്പൊ സഭയുടെ യോഗത്തിന് പോകുന്നില്ല, സഭ ക്രമീകരിക്കുന്ന കാര്യങ്ങളിൽ സഹകരിക്കുന്നില്ല. ലളിതമെന്ന് ചിന്തിക്കരുത്. ജീവിതത്തിന്റെ ഒടുവിൽ നീ രക്ഷിക്കപ്പെട്ടവരിൽ നിനക്ക് നിരാശ ഉണ്ടാവും, സംശയമൊന്നുമില്ല. പക്ഷെ നിനക്ക് തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല, തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞു പോയി. ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാനൊന്ന് ചോദിക്കട്ടെ, നാം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇനി എത്രയോ കർത്താവിനാൽ നമുക്ക് പ്രയോജനപ്പെടാൻ പണ്ട് അവസരങ്ങൾ ഉണ്ടായിരുന്നു. ശരിയല്ലേ? അന്ന് എനിക്ക് സുവിശേഷം പറയാമായിരുന്നു. അന്ന് ഞാൻ ആ ഒരു കൈ കൊടുത്തിരുന്നെങ്കിൽ, അന്ന് ഞാൻ ആ സഹോദരനോട് സഹോദരിയോട് എന്നോട് വിട്ടുകളയണമെന്ന് ഒന്ന് ആത്മാർത്ഥമായി പറഞ്ഞിരുന്നെങ്കിൽ ഇന്നുള്ള ചിലത് ഉണ്ടാകത്തില്ലായിരുന്നു. അന്ന് നമ്മുടെ ദുരഭിമാനം, നമ്മുടെ ജഡം, നാം എന്തൊക്കെയോ ആണ് തലക്കണം, നമ്മുടെ ഭാവം, അത് നമ്മളെ പലരിൽ നിന്ന് തടഞ്ഞു. ശരിയല്ലേ? പക്ഷെ ഇന്ന് രാത്രി രക്ഷിതാവ് സ്നേഹത്തോടെ പറയുന്ന ഈ പ്രബോധനം കേട്ടിട്ട് നമുക്ക് പോകാം.
ശുശ്രൂഷകൾക്ക് പോയില്ലെങ്കിൽ അതിൽ നമുക്ക് പങ്കാളിത്തം ഉണ്ടാകില്ല. 2 വാക്യങ്ങൾ. ഒന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം 5-ാം വാക്യം. അവിടെ നമുക്ക് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് അറിയാം. ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കുന്നതിന് കൈ നീട്ടുകയും തുടർന്ന് യോഹന്നാന്റെ സഹോദരൻ യാക്കോബിനെ വാളുകൊണ്ട് കൊന്നത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ടിട്ട് അവൻ പത്രോസിനെ പിടിച്ച് അകത്തെ കാരാഗൃഹത്തിലാക്കിയിരിക്കുകയാണ്. ഈ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് 5-ാം വാക്യം അവിടെ എന്താ കാണുന്നത്? ഇങ്ങനെ പത്രോസിനെ, ഒരുമിച്ച് വായിക്കാം. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ, ഹല്ലേലൂയ, ശ്രദ്ധയോടെ പത്രോസിന് വേണ്ടി എന്ത് ചെയ്തു? ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു. സഭയിൽ ഒരു പ്രാർത്ഥനയോ വിഷയം എന്നെ പത്രോസിനെ പിടിച്ച് ജയിലിലാക്കി. സഭയുടെ പ്രാർത്ഥനയ്ക്ക് അവരുടെ പ്രത്യേകത. ആ പ്രാർത്ഥനയെ പറ്റി പറയുന്നത് എന്താ? അത് ശ്രദ്ധയോടെയുള്ള പ്രാർത്ഥനയാണ്. കാൽവരിയുടെ ക്രൂശിൽ പോകുന്നതിന് മുൻപ് ഗദസമന പൂങ്കാവനത്തിൽ നമ്മുടെ അരുമരക്ഷകൻ ശിഷ്യന്മാരെ ഒരു കല്ലേറെ ദൂരത്തോളം ചെന്ന് അവിടെ പ്രാർത്ഥിച്ചു. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം. അടുത്ത നിമിഷം എങ്കിലും അത് എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം. ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന സ്വർഗ്ഗത്തെ ചലിപ്പിക്കും. എന്നാൽ എന്റെ ചോദ്യം അതല്ല. ഈ സഭയുടെ യോഗത്തിൽ അവിടെ അങ്ങനെ എഴുതിയിട്ടില്ല, ഞാൻ എന്ന് ചോദിക്കുക. നമ്മൾ അവിടെ ഉണ്ടെന്നിരിക്കട്ടെ, നമ്മൾ പോയില്ലെങ്കിൽ നഷ്ടപ്പെടുത്തുന്ന അവസരം എത്ര വലുതാണ്. എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്? വേണ്ടിയാണ്. ദൈവം ഉപയോഗിക്കുന്ന മനുഷ്യന് വേണ്ടിയാണ്. സുവിശേഷത്താൽ സ്വർഗ്ഗരാജ്യത്തിന്റെ വാതിൽ തുറക്കുവാൻ ദൈവം കൊടുത്ത താക്കോൽ അന്ന് ഉപയോഗിച്ച മനുഷ്യനാണ്. വീഴ്ചകളൊക്കെ ഉണ്ടെങ്കിലും ദൈവപ്രസാദമുള്ള ആ മനുഷ്യനാണ്. ദൈവം വേറെ ഉപയോഗിച്ച ആ മനുഷ്യന് വേണ്ടിയുള്ള പ്രാർത്ഥനാ യോഗത്തിൽ ഞാൻ ചെന്നില്ലെങ്കിൽ എനിക്ക് എന്നേക്കുമായ അവസരം നഷ്ടപ്പെടുന്നു. ഇന്ന് രാത്രി ഇനിയുള്ള സഭകളുടെ യോഗങ്ങളിൽ നിങ്ങൾക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ പോകാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് വേണം ഇതിന്റെ പുറത്തേക്ക് പോകാൻ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാത്തവർക്ക് ആ അതിമനോഹരമായ ശ്രേഷ്ഠമായ ശുശ്രൂഷയുടെ അവസരം നഷ്ടപ്പെട്ടു. എന്റെ പേരതില്ലെങ്കിൽ എനിക്ക് വേറെ സ്വർഗം ആബ്സെന്റ് ആണ് എന്ന് മാർക്ക് ചെയ്ത് കഴിയും. അത് തിരുത്തുവാൻ കഴിയുകയില്ല. നിത്യതയുടെ പ്രതിഫലിപ്പിക്കാം. വേറൊരു വാക്യം കൂടെ നോക്കിക്കൊള്ളൂ. പത്രോസിന്റെ പ്രവർത്തികളുടെ പുസ്തകം 11-ാം അധ്യായം 26-ാം വാക്യം. എനിക്കത് വായിക്കുമ്പോൾ ആവേശം തോന്നാറുണ്ട്. 26-ാം വാക്യം, പ്രവർത്തികളുടെ പുസ്തകം 11:26. അവിടെ ഒരു വാക്കുണ്ട്, നമ്മൾ ഒരുമിച്ച് വായിക്കാം. അവർ ഒരു സംവത്സരം മുഴുവൻ സഭായോഗങ്ങളിൽ കൂടി ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ബാക്കി എല്ലാം വിട്ടോ തൽക്കാലം. ഒരു സംവത്സരം നീളുന്ന അനുഗ്രഹീതമായ ബൈബിൾ സ്റ്റഡി ഇവിടെ അന്ത്യോക്യ സഭയിൽ നടക്കുകയാണ്. ആരാ പഠിപ്പിക്കുന്നത്? അവിടെ പറയുന്നു അവർ എന്ന് പറഞ്ഞിട്ട് അതിന്റെ മുൻപിലേക്ക് വരുമ്പോൾ 25-ാം വാക്യത്തിൽ അവൻ ശൗലിനെ തിരുവാൻ തർസോസിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ബർന്നബാസും ശൗലുമാണ് അവിടെ. പക്ഷേ ആ ദൈവദാസന്മാർ നടത്തുന്ന അനുഗ്രഹീതമായ വചനങ്ങൾ ഇച്ചിരി അസൂയ തോന്നുന്നില്ലേ? ആ ദൈവദാസന്മാർക്ക് പഠിക്കാൻ നമുക്കൊരു ഭാഗ്യം കിട്ടിയിരുന്നെങ്കിൽ. എനിക്ക് പലപ്പോഴും ശിഷ്യന്മാരുടെ സ്നേഹത്തിൽ കടന്നൊരു വിഷമം തോന്നാറുണ്ട്, അസൂയ തോന്നാറുണ്ട്. സ്നേഹത്തിൽ എന്റെ കർത്താവ് പഠിപ്പിച്ച ആ വിഷയങ്ങൾ കേൾക്കുവാൻ കഴിഞ്ഞത്, ആ കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിക്കാൻ കഴിഞ്ഞത്, അവിടുന്ന് പറഞ്ഞ മർമ്മങ്ങളെയും വ്യാഖ്യാനങ്ങളെയും കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് ആ ശിഷ്യന്മാർക്ക് ലഭിച്ച അഭൂതപൂർവമായ ഭാഗ്യമല്ലേ? ഇന്ന് രാത്രി പറയട്ടെ, ദൈവസഭ ക്രമീകരിക്കുന്ന യോഗങ്ങൾക്ക്, ശുശ്രൂഷകൾക്ക്, പ്രവർത്തനങ്ങൾക്ക് ഞാനും നിങ്ങളും നോ എന്ന് പറയുമ്പോൾ, നാം മാറി നിൽക്കുമ്പോൾ, ഇന്ന് രാത്രി പറയട്ടെ, എന്നേക്കുമായ അവസരങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഇന്ന് രാത്രി നമ്മുടെ കണ്ണിൽ നമുക്കറിയാം. എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുമ്പോൾ ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നാണ്. കർത്താവിന്റെ ഭാഗ്യം
ജീവിതങ്ങളെ ഒന്ന് പരിശോധിപ്പാനായിട്ട് കർത്താവേ ഞാൻ വരികയാണ്. ഇന്ന് രാത്രി എത്ര പേർക്ക് ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ടുണ്ട്? കൈ ഉയർത്താനൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇന്ന് രാത്രി ദൈവത്തിനോട് സംസാരിച്ചുകൊണ്ട് എത്ര പേരുടെ കണ്ണുകൾ ഇന്ന് രാത്രി നിറഞ്ഞു? ഇതിൽ നിറയുന്നില്ലെങ്കിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഇന്ന് രാത്രി ദൈവശബ്ദത്തോട് അനുസരണ കാണിക്കുന്നില്ലെങ്കിൽ സ്വർഗത്തിന് പ്രസാദമില്ല. എന്നാൽ ഇന്ന് രാത്രി കർത്താവിന്റെ സഭയാ, അയ്യോ അത് എന്റേതാ, എന്റെ കർത്താവിന്റെ സഭ എന്റെ ജീവശ്വാസമാ, ഞാൻ എന്റെ സഭയെ സ്നേഹിക്കുന്നു എന്ന് എത്ര പേർക്ക് ഇന്ന് രാത്രി ഉള്ളിൽ നിന്നൊന്ന് പറയാൻ പറ്റും? കർത്താവേ, എന്റെ ജീവിതം ഞാൻ നിനക്കായിട്ട് തരുന്നു. ഞാൻ മുഖാന്തരം ഒരു ദൈവദാസന്റെയും ഒരു ശുശ്രൂഷകന്റെയും ഒരു വിശ്വാസത്തെയും കണ്ണു നിറയാൻ ഇടയാകല്ലേ എന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേർക്ക് പറ്റും? കോതമ്പ് മണി നിലത്തു വീണ് ചത്തുവെങ്കിൽ മാത്രമേ വളരെ ഫലം കൊടുക്കത്തുള്ളൂ, ചത്തില്ലെങ്കിൽ തന്നെ ഇരിക്കും. ഇന്ന് രാത്രി നീ നിന്റെ ഗുണന്യായങ്ങൾ, നിന്റെ ജഡത്തിന്റെ പ്രവൃത്തികൾ, നിന്റെ ബാലിശമായ വിഷയങ്ങൾ, നിന്റെ വാശിപ്പുറത്തുള്ള വിഷയങ്ങൾ, ഒരുപക്ഷെ ന്യായമായ നിന്റെ സങ്കടങ്ങൾ കൊണ്ട് നീ പലതിനെയും വേണ്ട എന്ന് വെച്ച് നിന്റെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നെങ്കിൽ ഇന്ന് രാത്രി ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ എന്റെ കണ്ടുകൊണ്ട് നീ ഒന്ന് കാണാം. അവിടുന്ന് സഹിച്ചതിനെ എന്താണ് നീ സഹിച്ചത്? ഞാൻ സഹിച്ചത്. ഇന്ന് രാത്രി ആ ക്രൂശിന്റെ ചുവട്ടിലേക്ക് വന്നാട്ടെ, ആ കർത്താവിനോട് പറഞ്ഞാട്ടെ, എന്റെ കർത്താവേ, എന്റെ കുറവുകൾ ക്ഷമിക്കണമേ ദൈവമേ. എത്ര പേർക്ക് അതിനോട് ആമേൻ പറയാൻ പറ്റും? എത്ര പേർക്ക് അതിനോട് ആമേൻ പറയാൻ പറ്റും? ഇന്ന് രാത്രി ആമേൻ എന്ന് ഉറക്കെ പറയാൻ മനസ്സുറക്കി കഴിയുമോ? എന്റെ കർത്താവേ, ഞാൻ നിന്നോട് ആമേൻ 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 എന്ന് രാത്രി പറഞ്ഞു ആ വിശുദ്ധമായ പാദത്തിൽ ഞാൻ വീഴുകയാണ്. എന്നെ കടന്നു പോകല്ലേ, എന്റെ ജീവിതം നിഷ്ഫലമാകല്ലേ, ഞാൻ സഫലനാകുവാൻ എനിക്ക് നൽകിയ കൃപാവരങ്ങൾ കൊണ്ട് നിന്നെ ശുശ്രൂഷിപ്പാൻ, അങ്ങയുടെ സഭയ്ക്ക് മുൻപിൽ എന്നെ ഉപയോഗിപ്പാൻ ഞാൻ വരികയാണ്. കർത്താവേ, ലോകത്തിൽ ഒന്നും എനിക്ക് നേടിയില്ല, നിന്റെ ഇഷ്ടം ചെയ്തുവെന്ന ആഗ്രഹത്തോടെ നിത്യതയ്ക്കപ്പുറത്തേക്ക് വരാൻ എന്നെ സഹായിക്കണേ. ഇന്ന് രാത്രി ദൈവം സഹായിക്കട്ടെ, ഇന്ന് രാത്രി കർത്താവ് സഹായിക്കട്ടെ. ഈ ചിന്ത നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കാം. ഇതിവിടെ കഴിഞ്ഞു പോകരുത്. ഇതിന്റെ മാറ്റം നമ്മുടെ സഭകളിൽ ഉണ്ടാകണം. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവ് സഭകളോട് പറയുന്നത് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. കർത്താവ് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഇരിക്കാം. ഇന്ന് രാത്രി ഈ കുമ്പനാട് സ്ഥലസഭയുടെ പ്രിയപ്പെട്ടവരോട്, ദൈവദാസന്മാരോട്, മറ്റ് സുഹൃത്തുക്കളെ കടന്നു വന്ന എല്ലാവരോടും പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും ദൈവനാമത്തിൽ എന്റെ സ്നേഹം അറിയിച്ചു. ഞങ്ങളുടെ വാക്കുകൾക്ക് പൂർണ്ണവിരാമം കിട്ടുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ശുഭരാത്രി.